ഹലോ നമസ്കാരം, എംഎസ്ഒ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതിന് തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിച്ചത് സ്ട്രൈക്ക് ത്രൂ, സബ്സ്ക്രിപ്റ്റ്, സൂപ്പർസ്ക്രിപ്റ്റ് എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ടെക്സ്റ്റ് എഫക്റ്റ് ആൻഡ് ടിപ്പോഗ്രാഫി എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഓക്കെ, നമ്മൾ സ്ഥിരം ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഞാനിവിടെ നമ്മുടെ സ്ഥിരം വേർഡ് തന്നെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. വെൽക്കം ടു ഓക്കെ, ഇത്രയും ചേർത്തതിന് ശേഷം ഈ വേർഡിൻ്റെ കുറച്ച് വലിപ്പം ഞാനിവിടെ വന്ന് കൂട്ടിക്കൊടുത്തു. ഓക്കെ, ഇത് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്കിതിന് എന്ത് ഡിസൈൻ വേണം, ഫോണ്ട് ഏത് ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ പല രൂപത്തിലുള്ള ഫോർമാറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏത് ഫോർമാറ്റാണോ ഇതിൽ നിന്നും വേണ്ടത് അത് നമുക്കിതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ കുറേ ഫോർമാറ്റുകളുണ്ട്. ഇഷ്ടമുള്ള ഏത് ഫോർമാറ്റാണോ നമുക്കിതിന് വേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ട് ഒരു ഫോർമാറ്റ് ഇവിടുന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഏത് ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനിതിലേക്കൊരു സിമ്പിളായിട്ടൊരു ഫോർമാറ്റ് ഞാൻ ഇവിടുന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ നിന്നും ഇതിൽ നിന്നും കളർ നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാം. പല ഔട്ട്ലൈൻ കളറുകളും ഇതിൽ തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏത് കളറാണോ നമുക്കിതിന് വേണ്ടത്, ഔട്ട്ലൈനിന് വേണ്ടത്, അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്കിതിൻ്റെ ഔട്ട്ലൈൻ കളറ് വരിക. നോ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ഒഴിവാക്കണം. അതായത് ഇവിടെ കളർ വന്നിരുന്നത് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. മോർ ഔട്ട്ലൈൻ കളർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കളർ നമുക്ക് ചേർത്ത് കൊടുക്കാൻ. സ്റ്റാൻഡേർഡ് നേരത്തേതാണ് നമുക്ക് ഇവിടുന്ന് എന്ത് കളറാണോ വേണ്ടത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്തത് അതിനനുസരിച്ചായിരിക്കും കളർ വരിക. അതല്ലെങ്കിൽ കസ്റ്റം കളറിൽ നമുക്ക് എത്ര RGB റെഡ് ഗ്രീന് ബ്ലൂ എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും കളർ വരിക. അത് ഏത് രൂപത്തിൽ വേണമെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓക്കെ അടിച്ചാൽ ആ രൂപത്തിലായിരിക്കും ഇതിൻ്റെ ഔട്ട്ലൈൻ വരിക. അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഔട്ട്ലൈന് ഉപയോഗിക്കുന്നത്. പിന്നെ വെയ്റ്റ്, ഔട്ട്ലൈനിൻ്റെ വലിപ്പം നമുക്ക് ഇവിടുന്ന് എത്രത്തോളം കൂട്ടണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ. ഇതിൽ കുറേ ഔട്ട്ലൈനിൻ്റെ വലിപ്പം തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം മോർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ രൂപത്തിലുള്ള ലൈൻസുകളാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് വേറെ കുറച്ച് ലൈൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് മോർ ലൈൻസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ നമ്മൾ കൊടുത്ത ഔട്ട്ലൈന് നോ ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈൻ എല്ലാം ഒഴിവാക്കാം. സോളിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കളർ ഏതാണോ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കുക. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം വ്യക്തമാക്കണം, അതുപോലെ തന്നെ കൂട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ. വിഡ്ത്ത് നമ്മൾ ഇവിടുന്ന് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് അത് കൂടുകയും അതേപോലെ തന്നെ കുറച്ച് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ ലൈൻസ് ഏത് രൂപത്തിൽ വേണമെന്നുള്ളത് തീരുമാനിക്കണം. ഇവിടുന്ന് നമ്മൾ ഏതാണോ കൊടുത്തത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ലൈൻസുകൾ നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ഡോട്ടാണോ അല്ലെങ്കിൽ ഡാഷ് ആണോ ഏത് രൂപത്തിലാണോ നമുക്ക് വേണ്ടത് അതും നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഏത് സ്ക്വയർ ആണോ ഫ്ലാറ്റ് ആണോ ഏത് രൂപത്തിൽ റൗണ്ടഡ് ആണോ ഏത് രൂപത്തിലാണോ നമുക്ക് ഡാഷ് വേണ്ടത് അതെല്ലാം നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഔട്ട്ലൈൻ വരുന്നത്. ഇങ്ങനെ നമുക്കിതിന് ഔട്ട്ലൈന് വേണ്ടത് ഏത് രൂപത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഗ്രേഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിന് ഏത് കളറാണോ ലൈൻസിന് ഗ്രേഡിയൻ്റ് ആയിട്ട് ഏത് ഔട്ട്ലൈൻ കളറാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അത് ഏത് രൂപത്തിലാണോ വേണ്ടത് അതും നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പല ഓപ്ഷനുകളും ഇതൊന്ന് തന്നിട്ടുണ്ട്. ഇതൊന്ന് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓരോന്നിനും കളറൊക്കെ നമുക്ക് ഇവിടുന്ന് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പല കളറുകളും ഇതിൽ നിന്നും ലഭ്യമാണ്. നമുക്കിഷ്ടമുള്ള ഫോർമാറ്റിലേക്കായിട്ട് ഇത് മാറ്റി കൊടുക്കാം. അതുപോലെ ഇത് നേരത്തെ നമ്മൾ ഒരിക്കൽ പറഞ്ഞാണ് ഇതിൻ്റെ ലൈൻസിൻ്റെ അതായത് ഗ്രേഡിയൻസിൻ്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ. ഇതിലുള്ള ഇപ്പോൾ ഉള്ള കളറിനെ നമുക്ക് വേറെ ഏതെങ്കിലും കളറിലേക്കൊക്കെ ആയിട്ട് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ പൊസിഷൻ എത്രത്തോളം ഉണ്ടോ അത് കൂട്ടുകയും അതേപോലെ തന്നെ കുറച്ച് കൊടുക്കുകയും ചെയ്യാം. ട്രാൻസ്പെറൻസി അതേപോലെ തന്നെ നമുക്കിത് കൂട്ടുകയും അതേപോലെ ബ്രൈറ്റ്നെസ്സും
നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും അതേപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. ഇങ്ങോട്ട് താഴോട്ട് നോക്കിയാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വീണ്ടും കുറേ ഓപ്ഷനുകളുണ്ട്. ഇതിൽ ഓരോന്നും നമുക്കെടുത്ത് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഇത് സെറ്റ് ചെയ്യാൻ ഔട്ട്ലൈന് ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഡാഷസ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പല ഡാഷായിട്ട് വരുന്ന ഔട്ട്ലൈൻ ഫോർമാറ്റുകളും ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന് ഏത് രൂപത്തിലുള്ള ഫോർമാറ്റാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മോർ ലൈൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഓപ്പൺ ചെയ്ത് വന്ന അതേ ബോക്സ് തന്നെയാണ് നമുക്കിവിടെയും തുറന്നു വരുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത് അത് നമുക്കിവിടുന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ പല ഫോർമാറ്റുകളും നമുക്ക് ഒരു ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ മറ്റു ഇമേജ് എഡിറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാവുന്നതിനേക്കാൾ അധികം അല്ലെങ്കിൽ അതിലും കളർഫുള്ളായിട്ട് നമുക്ക് പല കാര്യങ്ങളും ഈ ടെക്സ്റ്റ് എഫക്റ്റ് എന്ന ഭാഗത്തു നിന്നും ചെയ്യാവുന്നതാണ്. നമുക്ക് മനസ്സിലൊരു അമേസിങ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് രൂപത്തിലാണോ നമ്മുടെ ഈ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഈ ഫോണ്ട് സ്റ്റൈൽ ഏതൊക്കെ രൂപത്തിലേക്കാണോ ഒരു ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാവുന്നതിനേക്കാൾ അധികം മനോഹരമായിട്ട് നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നല്ല നമസ്കാരം.